വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഇതുപോലെ ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഞാൻ ഷോപ്സിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ വലിയതുള്ള കാര്യങ്ങളൊന്നും അല്ല. ഒരു മിനിറ്റ് കേട്ടോ. സൈക്കിൾ എടുത്തു കൊടുത്താൽ എനിക്ക് അപ്പോൾ വീഡിയോ ചെയ്യുന്നതിടയ്ക്ക് അവിടെ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ ഇങ്ങനെ വർത്താൻ പറയാം. എന്നാലും ഞാൻ ഇത് കിട്ടിയപ്പോൾ എന്തായാലും പൊളിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെയും കൂടി ജസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യണം. അപ്പം വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ മണി ബോക്സ് ആണ്. അപ്പോൾ ഇതിന് 133 രൂപ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഓർഡർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇത് എന്താണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഇടാം കേട്ടോ. ഞാനിത് പൊട്ടിച്ചു ആദ്യം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും ഇവരുടെ ഇതേ ബഹളം കാരണം ഞാൻ രണ്ടാമത് പിന്നെയും ഇത് ബോക്സിലിട്ടിട്ട് പിന്നെയും തുറക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 133 രൂപയ്ക്ക് ഇപ്പോൾ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇത് 1 ലക്ഷത്തിൻ്റെയാണ് ബോക്സ്. 1 ലക്ഷത്തിൻ്റെ ബോക്സാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഇത് ചിലപ്പോൾ ഈ പൈസ കിട്ടി കഴിഞ്ഞ് 1 ലക്ഷം രൂപയാകുമ്പോൾ തല്ലി പൊടിച്ച് അല്ലെങ്കിൽ പറിച്ചെടുത്തിട്ട് ഇത് എടുക്കാമെന്നായിരിക്കും എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ വലിയ തല്ലി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ കൈകൊണ്ടെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പോരും, അത്രേ ഉള്ളൂ. കുറേ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം, ഒരു ഭംഗി. പിന്നെ ഇതിലാവുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ തോന്നില്ലായിരിക്കും. ഇതിങ്ങനെ വെട്ടി നമ്മൾ ഇടുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്. ഇതിൽ കൂടുതലും 500-ൻ്റെ ആണുള്ളത്. 500-ൻ്റെ ഒക്കെ നമ്മൾ കഷ്ടിച്ചിടുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ എവിടെ വരെ നമുക്ക് ഇത് ഇടാൻ പറ്റും നോക്കാം. സാധാരണ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 3 കശിപ്പിടുക്ക ഉണ്ട്, നമ്മളൊറ്റ വാട്ടർ ടാങ്ക്. അതിൽ ഒരെണ്ണത്തിന് ഞാൻ 1, 2 അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടും. മറ്റേതിൽ ഞാൻ 5, 10, 20 അങ്ങനത്തെ ഒക്കെ ഇടും. വേറെ ഉള്ളതിൽ ഞാൻ നോട്ടാണ് ഇടുന്നത്. അതിപ്പോൾ 10 ആവും, 20 ആവും, 50 ആവും, 100 ആവും, 500 വരെയൊക്കെ ഇടാം, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കമ്പും കോലൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്തലാണ് പതിവ്. അപ്പോൾ ഇതാവുമ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുക്കില്ലായിരിക്കും. നമ്മളിതിൽ ഇങ്ങനെ ഇടുമ്പോൾ വെട്ടും 1 ലക്ഷം രൂപ ആകുമ്പോൾ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നടന്നാൽ മതിയായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാവരും വാങ്ങണമെന്ന് ഒന്നുമില്ല കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ തേനയും കൂടി ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കണം. അപ്പോൾ കാര്യം വാങ്ങണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ പൈസ നമ്മൾ കാശ് കുടിക്കാൻ ഇട്ടിച്ച് എടുക്കില്ല എന്ന് ഉറപ്പുള്ളവർക്ക് അത് തന്നെയാണ് നല്ലത്. ഇതിനെക്കാളും നല്ലതാണെന്ന് തോന്നുന്നു. അതിന് കുഴപ്പമില്ല. 133 രൂപ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാം വേറൊരു കാര്യമാണ്. ഞാൻ ഒരു ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കില്ല. ഞാനൊരു ഷർട്ട് കണ്ടു. അപ്പോൾ അതിൽ ഒരു ഷർട്ട് റേറ്റ് കുറവാണ്. കാരണം ഇവർക്ക് 3 പേർക്ക് എടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും വരുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ അതിന് 144 രൂപയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഷർട്ടിൻ്റെ കോമ്പോ എന്ന് പറയുന്നത് 2 ഷർട്ട് കിട്ടും. അങ്ങനെയാണ്. ഒരു പിങ്കും ഒരു ബ്ലൂവും കിട്ടും. അപ്പോൾ 144 രൂപ ആ 2 ഷർട്ടിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓർഡറും കൂടി, അതായത് 2 ഓർഡർ ചെയ്താലാണ് നമുക്ക് അത് കിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും കുഴപ്പമില്ല, 2 ഓർഡർ ചെയ്താലും നമുക്ക് 4 ഷർട്ട് കിട്ടും. 300 രൂപയുടെ ഉള്ളിലെല്ലാം ആവുള്ളൂ. എന്തുവാ ഓ എനിക്ക് വയ്യ. അപ്പോൾ 300 രൂപയുടെ ഉള്ളിലെല്ലാം ആവുള്ളൂ. അപ്പോൾ നമുക്ക് 4 ഷർട്ട് കിട്ടും. അതായത് 2 കളർ വെച്ചിട്ടാണ്. ഒന്ന് പോടാ. 2 കളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവർക്ക് 2 പേർക്ക് ഒരു കളറും ഇളവൾക്ക് വേറൊരു കളർ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയായിരുന്നു എൻ്റെ പ്രതീക്ഷകൾ. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഫംഗ്ഷനുള്ള എൻ്റെ ഒരു 2 ദിവസം മുമ്പാണ് ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ബ്ലൂവും ഒരു പിങ്കും ഉള്ളൂ. പക്ഷേ കവറുമ്മൽ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ഒരു ഓർഡർ, അതുപോലെ 2 എണ്ണം ക്വാണ്ടിറ്റി 2. അതുപോലെ തന്നെ അടിയിലും 2ാമത്തെ ഓർഡർ ക്വാണ്ടിറ്റി 2 എഴുതിയിട്ടുണ്ട്. 3 ദിവസത്തെ റിട്ടേൺ പോളിസി ഉള്ളത് കാരണമാണ് ഞാൻ ആ സാധനം ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ പിള്ളേരെ കാര്യമാണ്, പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം നമുക്കറിയാം. ആ കറക്റ്റ് സൈസും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടു എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അയ്യോ ഇങ്ങനെയല്ല, 4 ശരിക്കും കിട്ടേണ്ടത്, ഞാൻ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, അത് ഞങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ ഒന്നില്ലെങ്കിൽ റിട്ടേൺ ഇട്ടോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി. അങ്ങനെ ഞാൻ രണ്ടാമത് ഇതൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ റിട്ടേൺ പോളിസി ഒന്നുമില്ല. റിട്ടേൺ പോളിസിയൊക്കെ പോയി. അന്ന് വരെ, അതായത് ഓർഡർ ചെയ്യണ അന്നത്തെ ദിവസം ആ ദിവസമായപ്പോൾ എക്സ്പീരിയൻസ് ടിൽ എൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് കാണിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ തേക്കാനുള്ള പരിപാടിയാണ്. എന്നാലും നമ്മളെ പൈസയാണല്ലോ പോയത്. പിന്നെ എനിക്ക് അത്രമാത്രം വിഷമമുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ വേറെ ഷർട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് അവർക്ക് ആ ഫംഗ്ഷൻ ഇത് ഇട്ട് കൊടുക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത്. 4 എണ്ണം വരുമല്ലോ എന്നൊക്കെ ഉള്ളതിൽ ആ 2 ദിവസമുള്ളൂ. വേറെ പൈസയും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി, ദേഷ്യവും സങ്കടവും എന്നെ പറ്റിച്ചല്ലോ എന്നുള്ളതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പ്രാന്തെടുത്ത്. ഞാനപ്പോൾ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് കയറിയിട്ട് റീഫണ്ട് ചെയ്യാന്നുള്ള പ്ലാൻ കിട്ടും. നീ എൻ്റെ ഇത് വാങ്ങൂട്ടാ. അപ്പോൾ റീഫണ്ട് ചെയ്യണ മുമ്പ് ഞാൻ ആ സാധനം കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ
ഇതാണ് ഷർട്ട് കേട്ടോ, ഇതാണ് ഷർട്ട് കേട്ടോ. ഒരു ക്വാണ്ടിറ്റി അല്ല, ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ 2 എണ്ണവും, ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ 2, അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത് ഇങ്ങനത്തെ 4 എണ്ണമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനത്തെ 2 കളറും ഇങ്ങനത്തെ 2 കളറും. അപ്പം മലയാളം കൊല്ലും സത്യമായിട്ട് മിഷീൻ നാട്ടിട്ടാ വേണം കടി. ഉമ്മാരെന്നെ ഒന്നിനും സമ്മതിക്കില്ല ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് 2 എണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഇതാണെങ്കിൽ ആർക്കും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നി. കാരണം മൂത്തവരുടെ ട്വിൻസ് ആണല്ലോ, അപ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് ഒരുപോലത്തെ ഇട്ട് കൊടുക്കണം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതാർക്കും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എനിക്കാകെ ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 മണിക്ക് ശേഷം റീഫണ്ട് ആയാലും അല്ലെങ്കിൽ റിട്ടേൺ ആയാലും ഇടാൻ പറ്റില്ല. ഞാൻ പൊട്ടിച്ചു. അത് കാരണം പിന്നെ റിട്ടേൺ ആയാലും 10 മണിക്ക് ശേഷം ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ കസ്റ്റമർ കെയറിൽ ഇങ്ങനെ ആക്കി അവസാനം കസ്റ്റമർ കെയറിൽ വിളിച്ചു, ടിക്കു സംസാരിച്ചു, ഇങ്ങനെ കാര്യം പറഞ്ഞു. ഓരോ ഓർഡർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോ ഓർഡറിൻ്റെ റീഫണ്ട് തന്നു. അതായത് 144 രൂപ തിരിച്ചു തന്നു. അപ്പോൾ ഓക്കെ, സെറ്റായി. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഈ ഷർട്ട് വന്നിട്ടുണ്ട്, കയ്യിലുണ്ട് ഈ ഷർട്ട്. അപ്പോൾ ഞാൻ ഫംഗ്ഷന് പോയപ്പോൾ ഒരാൾക്ക് ഇതിട്ടിട്ട് മറ്റാൾക്ക് മാത്രം ആദ്യം ഉണ്ടായിരുന്ന ഒരു ഷർട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി. 3 ആളെ അങ്ങനെ കൊണ്ടുപോയിട്ടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇത് വന്നതല്ലേ, ഒരു പ്രാവശ്യം കൂടി ഓർഡർ ഇടാം. അപ്പോൾ എന്തായാലും 2 കൂടി കിട്ടും. ഒരു പ്രാവശ്യം കൂടി ഓർഡർ ഇടും. എന്തായാലും 2 ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പോൾ എന്തായാലും 4 ഷർട്ടും കൂടി കിട്ടുമല്ലോ. അപ്പോൾ 6 എണ്ണമായി. 3 ആൾക്കും ഒരേപോലത്തെ കളറ് 2 എണ്ണം വെച്ച് കിട്ടുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പിന്നെയും ഓർഡർ ഇട്ട് സാധനം കയ്യിൽ വന്നപ്പോൾ സെയിം അതേപോലെ തന്നെ ഇത് 2 എണ്ണമാണ് അപ്രാവശ്യം വന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് വന്ന 2 എണ്ണം, ഇത് രണ്ടാമത്. ക്വാണ്ടിറ്റി 2 എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പാക്കിൽ ക്വാണ്ടിറ്റി 2 എഴുതിയിട്ടുണ്ടെങ്കിലും ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെയും എനിക്ക് ദേഷ്യം വന്നു. കാരണം ഇപ്പോഴും എനിക്കിത് 3 ആൾക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല. 3 ആൾക്ക് ഒരുമിച്ചിടാൻ പറ്റില്ല. ഇത് 2 എണ്ണം ഇട്ട് കൊടുക്കുക, ഇത് 2 എണ്ണം ഇട്ട് കൊടുക്കുക, അങ്ങനെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് 2 എണ്ണം ഇട്ടിട്ട് ഇതിൽ നിന്ന് 1 എണ്ണം ഇടാം, അല്ലെങ്കിൽ ഇത് 2 എണ്ണം ഇട്ടിട്ട് ഇതിൽ നിന്ന് 1 ഇടാം, അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ 3 ആൾക്കും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് ഞാനെന്ത് ചെയ്തു, നേരെ തന്നെ പോയിട്ട് റയാൻ പോ എടാ മിസ്സിക്ക് വയ്യടാ. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും റീഫണ്ട് കൊടുത്തു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഫണ്ടൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പ്രാവശ്യം എന്നെ അവർ ഇതാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 ക്വാണ്ടിറ്റി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓർഡർ ചെയ്ത് നമ്മൾ കൈ കിട്ടുമ്പോൾ 2 എണ്ണമല്ല കിട്ടുന്നത്. ചില ആളുകൾ അത് പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് 2 എണ്ണം ആയിരിക്കാം, 144 രൂപയ്ക്ക് ഒരെണ്ണം ഓക്കെ ആയിരിക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും റീഫണ്ട് കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ലാഭമാണ്, കുഴപ്പമില്ല, സെറ്റായി കാര്യങ്ങൾ. അതല്ല, ചിലപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇനിയിപ്പോൾ ഇതിന് റീഫണ്ട് കാണിക്കണില്ലല്ലോ. അതായത് നമ്മൾ റിട്ടേൺ 3 ദിവസം ഉള്ളത് കാണിക്കും, പക്ഷെ ആ ദിവസം എത്തുമ്പോൾ റിട്ടേൺ കഴിഞ്ഞെന്ന് കാണുമ്പോൾ ഇനി റിട്ടേൺ ഇല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാന്നുള്ള ബോധമൊന്നും ആർക്കും ആ സമയത്ത് പോയില്ല. പിന്നെ ചിലർ വിചാരിക്കും 144 രൂപയല്ലേ, അത് പോണെങ്കിൽ പോട്ടെ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. 144 രൂപ പോയാലും കുഴപ്പമില്ല, 300 രൂപയ്ക്ക് 2 ഷർട്ട് കിട്ടിയാലോ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, എന്തായാലും ഇത് 4 കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഓർഡർ ഇടാം, എന്തായാലും എനിക്ക് വരാൻ പോണത് 2 എണ്ണം ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി ഓർഡർ ഇടാൻ വേണ്ടി പോയി നോക്കി. അപ്പോഴല്ലയുടെ കാര്യം മനസ്സിലായത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ക്വാണ്ടിറ്റി 2 എന്നുള്ളത് മാറ്റിയിട്ട് ക്വാണ്ടിറ്റി 1 ആക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ വിലയും കൂട്ടിയിട്ടാണ്, പിന്നെ 177 രൂപ എങ്ങാണ്ടും ആക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇത് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം തന്നെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവരുടെ ഒരു പ്ലാനിങ് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ 144 രൂപ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ റിട്ടേൺ പോളിസി കഴിഞ്ഞു എന്നുള്ളതിൽ വെച്ചിട്ട് അത് അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, 2 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ 300 രൂപയ്ക്ക്, അങ്ങനെ വെച്ച് സമാധാനിക്കും. ഞാൻ ഇത് 2 ചെയ്തില്ല. എനിക്കിതിപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ 144 രൂപയും, ഒരു പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോൾ 155 അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ നോക്കിയാലും 300 രൂപയ്ക്ക് എനിക്ക് 4 ഷർട്ട് കിട്ടി. അങ്ങനെ ഇപ്പം എന്നെ പറ്റിച്ചിട്ട് നീ എൻ്റെ പൈസ തിന്നട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല, നിങ്ങൾ അങ്ങനെ ചെറിയ പൈസയ്ക്ക് ഇതുപോലെ 2 ഓർഡർ ഇട്ടാലേ കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഓഫറുകൾ ഇടുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വല്ല പറ്റിക്കലുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് നോക്കുക. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പോയത് തന്നെ. എന്നാലും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളാ പൈസ അവരെങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് അവരെങ്ങനെ തിന്നണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വെറുതെ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ.
അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടേണ്ടത് കിട്ടി. എന്നാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോകാനുള്ളത് എന്തായാലും പോയി. ഇനി വരാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ. ഇതിൽ ഞാൻ പൈസ ഇട്ടിച്ചിട്ട് 1 ലക്ഷം ആയാൽ ഞാൻ വീഡിയോ ചെയ്യാം.